നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കലൂർക്കാട് കുഴുമ്പിത്താഴത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജിജോയെ താമസ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാതാവ് കൗസല്യയെ കൊലപ്പെടുത്തിയ ശേഷം ജിജോ സ്വന്തം വീട്ടിലെത്തിയാണ് കൊലപ്പെടുത്തിയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചത്. കലൂർക്കാട് CI രവി സന്തോഷിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. മൂവാറ്റുപുഴ കല്ലൂർക്കാട് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ അടിവാട് വെളിയാങ്കുന്ന് കോളനിയിലെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. മാതാവ് കൗസല്യയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ഇളയമകൻ ജിജോ താമസിക്കുന്ന പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അടിവാട് വെളിയാങ്കുന്ന് കോളനിയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കൗസല്യയെ കല്ലൂർക്കാടുള്ള വീട്ടിൽ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ അടിവാടുള്ള ഈ വീട്ടിലെത്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ബക്കറ്റിൽ അഴിച്ചിട്ട ശേഷം മാതാവിന്റെ മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു. ഹൃദയാഘാതമാണെന്നായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ആദ്യം കരുതിയത്. മരണം സ്ഥിരീകരിക്കാൻ സ്ഥലത്തെത്തി കൗസല്യയെ പരിശോധിച്ച ഡോക്ടറാണ് മരണം സ്വാഭാവിക മരണമല്ലെന്ന് പോലീസിനെ അറിയിച്ചത്. കഴുത്തിലെ പാടുകളും രക്തം കട്ടപിടിച്ച പാടും കണ്ടതോടെ മരണം കൊലപാതകമാണെന്ന സംശയമുയരുകയായിരുന്നു. അമ്മ ധരിച്ചിരുന്ന 3 പവന്റെ മാലയ്ക്ക് പുറമെ സഹകരണ ബാങ്കിൽ അമ്മ കൗസല്യയുടെ പേരിലുള്ള 50,000 രൂപയ്ക്കും വേണ്ടിയായിരുന്നു കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി. ഈ വിവരങ്ങൾ തെളിവെടുപ്പിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇയാൾ വിവരിച്ചു. കല്ലൂർക്കാട് CI രവി സന്തോഷിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് SI എഡിസൺ മാത്യു, ASI ഗിരീഷ് കുമാർ, KR ബിനു, പോത്താനിക്കാട് SI ശരണ്യ S ദേവൻ എന്നിവരാണ് തെളിവെടുപ്പിനെത്തിയത്. രാവിലെ അടിവാട് വെളിയാങ്കുന്നിലെത്തിയ അന്വേഷണ സംഘം വീട്ടിലും പരിസരങ്ങളിലുമായി നടത്തിയ തെളിവെടുപ്പ് 1 മണിക്കൂറോളം നീണ്ടു. തെളിവെടുപ്പിനിടയിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വൻ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ താമസ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയെന്ന് കല്ലൂർക്കാട് CI രവി സന്തോഷ് പറഞ്ഞു. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അമ്മയെ മകൻ വധിച്ച കേസിൻ്റെ തെളിവെടുപ്പിന് പ്രതിയുമായിട്ടെത്തിയതാണ്. റിമാൻഡ് ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്നതാണ്. ഇത് അയാൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. പോത്താനിക്കാട് ഈ കോളനിയിലാണ് പ്രതി താമസിച്ചിരുന്നത്. ഇവിടെ അയാൾ സംഭവ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മറ്റും ഇവിടെ ബന്ദോബസ്ത് എടുക്കാൻ അയാൾ കാണിച്ചു തന്ന് ബന്ദോബസ്ത് എടുക്കാൻ എത്തിയതാണ്. ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.